നോക്കിയാൽ കേട്ടോ. അടിപൊളി ഫോട്ടോ എടുക്കണം ഇവിടെ. നമ്മൾ ഒരു സിനിമ സെറ്റിൽ അപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി പോകുന്നത് പണ്ടത്തെ സ്റ്റൈലിൽ 1990 കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു എയർപോർട്ടാണ്. അവിടെ ബോർഡിംഗ് പാസ് വേണം കയറുന്നുണ്ടെങ്കിൽ. ഓക്കെ, പഴയ ഫ്ലൈറ്റ് അല്ലേ, എയറിൻ്റെ പഴയ ഫ്ലൈറ്റ്. ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് യൂറോപ്യൻ സ്ട്രീറ്റിലോട്ട് പോകണം. ഇതിൽ എന്താണെന്നറിയില്ല, നോക്കാൻ എന്താ സംഭവം. ഇതെന്ത് സംഭവം? ആ പൊളിയാണല്ലോ. ഇത് ഷൂട്ടിംഗ് സെറ്റാണ് കേട്ടോ. ഒരു സിനിമ സെറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അല്ല ഗൈസ്, നമ്മൾ സിനിമ സെറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത് അല്ലേ? മട്ടമ്പൂർ സെറ്റിലാണ് നമ്മൾ. ഇതിനകത്ത് വന്നിരിക്കുന്നത് അഡ്വഞ്ചർ ലാൻഡിലാണ് വന്നിരിക്കുന്നത്. കാരണം അങ്ങോട്ട് കയറി ഞങ്ങൾ ആ ബസ്സിൽ പോകുന്നില്ലെന്ന് വെച്ചാൽ, പക്ഷേ ആ ബസ്സേ പോടാ, അവൻ്റെ അവിടെ തന്നെ നിർത്തി. നമ്മൾ അഡ്വഞ്ചർ ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വണ്ടിയില്ല ഇവിടുന്ന് പോകാൻ. ഞങ്ങൾ കയറുന്നില്ലെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾക്ക് റിട്ടേൺ പോകാൻ ബസ്സില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കുക, ചില വെള്ളം കുടിച്ചിട്ട് വേറെ ബസ് കിട്ടുക, ആ ബസ്സിൽ പോകാൻ വേണ്ടി നമ്മൾ ഏകദേശം 1700 രൂപ മുടക്കി നമ്മൾ എൻജോയ് ചെയ്തു. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഏക്കർ സ്ഥലമാണ്. 2000 ഏക്കർ സ്ഥലത്ത് 1991 इनमें से आप दो एक्टिविटी सिलेक्ट कर सकते हैं 500 में, जिसके लिए पहले आपको रिसेप्शन पे आना होगा. उसके बाद ही शुरू होगा आप लोगों का एडवेंचर एक्टिविटी 500 रुपीज टू एक्टिविटी, जिसके लिए पहले आपको रिसेप्शन पे आना होगा. उसके बाद ही शुरू होगा आप लोगों का एडवेंचर एक्टिविटी. बच्चों के लिए 8 भी आपको व्हीकल दिया गया है. രാമോജിയിൽ വന്നിട്ട് നഷ്ടമൊന്നും കിട്ടില്ല. വേറെ കാര്യമുണ്ട്, പോലീസ് സ്ഥലമാണ്. പക്ഷേ ബഡ്ജറ്റ് കൂടെ വേണം. 1750 ഉള്ള ആൾക്കാർ മാത്രം കാണാൻ വരാൻ അടിപൊളി എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ കയറിയത് മടിക്കാ മൂവി പാട്ട് ബാർ ഡാൻസ് അടിപൊളി പുള്ളിയായിരുന്നു. അതിനകത്ത് പാട്ടൊക്കെ വെച്ചിട്ട് രാംബോജിയുടെ ഒരു നല്ലൊരു ഐ ലവ് രാംബോജി. എന്താ പരിപാടി ഇവിടെ? രണ്ടുപേരും ഇവിടെ എന്താ പരിപാടി? ആണോ ഗൈസ്? അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ ചെയ്യാതെ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങുകയാണ്. കാര്യം എനിക്ക് അഡ്വഞ്ചറിനോട് വലിയ താല്പര്യമില്ല. നല്ല കയറൊക്കെ പെട്ടി താഴെ പോയാലോ. ഇപ്പോൾ ഇവരാരും ഇല്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി ബസ്സിലോട്ട് തിരിച്ചു പോകണം. നമ്മുടെ ബസ് നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുകയാണ്. വെയിറ്റ് ചെയ്ത് കിടക്കണം ഗൈസ്. 66 നമ്പർ രാമോജി റാവു ബസ് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. നമ്മൾ ആ വണ്ടിയിൽ കയറി അടുത്ത ഷൂട്ടിംഗ് സ്പോട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ട് കാണാനോ വന്നത്, അഡ്വഞ്ചേഴ്സ് കാണാമെന്നല്ല ഗൈ. വണ്ടി എടുത്ത് നമ്മൾ യൂറോപ്യൻ സ്റ്റേറ്റ് സൈഡിലോട്ട് പോകണം. സിനിമാക്കാരുടെ വണ്ടിയാണ്. കഴിക്കല്ലേ? രാവിലെ ഇവിടെ കയറിയതാണ്.
കേട്ടിട്ടുണ്ട്. ഉദയനാട് താരത്തിലെ നമ്മൾ ഒരുപാട് നോക്കി പരിചയമായ ഒരു ഷോട്ടാണ് ഉദയനാട് താരത്തിൽ ശ്രീനിവാസൻ വന്ന് കാറിലിറങ്ങുന്ന സീൻ. നമ്മളും അവിടെ പോയിട്ട് ശ്രീനിവാസൻ കാറിലാണെങ്കിൽ നമ്മൾ ബസ്സിലാണ് ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. അല്ലേ, ശ്രീനിവാസൻ കാറിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ യൂറോപ്യൻ സ്ട്രീറ്റിൽ എത്തി. നമ്മൾ ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങും. നമ്മൾ ഉദയനാട് താരത്തിൽ നമുക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഉദയനാട് താരത്തിൽ ശ്രീനിവാസൻ വന്ന് കാറിലിറങ്ങുന്ന ഒരു സീനുണ്ടല്ലോ മഴയത്ത്, ആ ഒരു സീൻ കണ്ട ഒരു സ്ഥലമാണ് ഗൈസ് ഇത്. ഓക്കെ, യൂറോപ്യൻ സ്ട്രീറ്റാണ്, പക്ക യൂറോപ്യൻ ഒരു ലുക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ യൂറോപ്യൻ സ്ട്രീറ്റിലോട്ട് കയറി നമ്മൾ ശ്രീനിവാസൻ കാറിൽ വന്നിരുന്ന സീൻ, മീന അവിടെ നോക്കുന്ന സീനൊക്കെ ഈ ഒരു ഏരിയയിലാണ് എടുത്തേക്കുന്നത് ഗൈസ്. ലൈവ് പൊളിയാതെ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മോഷൻ ക്യാപ്ചർ ടെക്നോളജി വിച്വൽ ഷൂട്ട്സ് ഇവിടെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. അതായത് എന്തിരൻ്റെ ഷൂട്ടിങ് കൊടുത്തിട്ടുണ്ട്, എന്തിരൻ്റെയൊക്കെ സംഭവം, ഇതൊക്കെ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇത് ഫുൾ ഇങ്ങനെയുള്ള ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു മൊത്തം ടോട്ടലി. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. നമ്മളിവിടെ വന്ന് അവിടെ എന്തൊക്കെ സംഭവമുണ്ട്, ഒരു സൈഡിൽ ബാക്ക് സൈഡിലും ഫുള്ള് ബാക്ക് സൈഡിൽ ഫുള്ള് ബിൽഡിങ്ങും യൂറോപ്യൻ സ്റ്റൈലിലെ മേളിൽ കണ്ടു. തലയുടെ മേലോട്ട് സൂപ്പർമാൻ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് ഇതായി ഇവിടെ വന്നിട്ട്. അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഞാനങ്ങനെ കേട്ടോ, ഉദയനാട് താരത്തിനകത്ത് നല്ലതായിട്ട് നമുക്ക് നല്ല ബാക്കിലോട്ട് പോട്ടെ ക്യാമറ. ഉദയനാട് താരത്തിനകത്ത് നല്ലതായിട്ട് നമ്മൾ ഈ ഒരു ശ്രീനിവാസം വന്ന് ഇറങ്ങുന്ന സീനും മഴയത്ത് കൊണ്ട് ഇറങ്ങുന്ന സീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കണ്ടേക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ പറഞ്ഞു നടക്കുന്ന ഒരു ദൃശ്യമാണ്. അപ്പം ആ ഒരു വന്ന് കണ്ടപ്പോഴേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം സെറ്റാണ്, ഫുള്ള് സെറ്റാണ്. ചെറിയ കാർബോർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഫീലിംഗ് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അടിപൊളി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും നല്ല ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോകൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം എന്തായാലും രാമോജി റാവു ഫിലിം സിറ്റി പൊളിയാണ് ഗൈസ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, അടിപൊളിയാണ്. നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞു ഹായ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ രാമോജി വന്ന് ഞങ്ങൾ അവസാനം അവിടെ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ കയറുന്നു ഗൈസ്. നമ്മുടെ ലൈവ് ലൊക്കേഷനാണ്. ആ ലൈവ് ലൊക്കേഷൻ അവിടെ നമ്മൾ ശരിയല്ലേ, കറക്റ്റ് എവിടെ പോയി നിൽക്കുന്ന ഒരു സീനാണ് ബാക്ക് ഇത് അല്ലേ. അത് ശരിയല്ല, അതാണ് ഈ പച്ച സാധനം എല്ലാവരും വെച്ച് ഈ ഈ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. പച്ച ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണെന്ന്. ഇപ്പം നമ്മൾ നിലവിൽ ന്യൂയോർക്കിൽ പോയി നിൽക്കുക. ഗൈസ് വാ 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 വാ. നമ്മൾ അത് കൊള്ളാം കേട്ടോ. അവർ 3-4 പേര് ഫോട്ടോ അവരിവിടെ നിൽക്കുവാ. അത് വീഡിയോസൊക്കെ ഇരിക്കും. ശരി ഗൈസ്. അപ്പം ഞങ്ങൾ ഗൈസ് അപ്പം നമ്മൾ അല്ല ഗൈസ് അപ്പം ഞങ്ങൾ അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഡിജിറ്റൽ ടെക്നോളജി ഒരു സിനിമ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. സെറ്റാണ്, ഫുള്ള് സെറ്റാണ്. നമ്മളിപ്പോൾ എടുത്തപ്പോൾ നമ്മളൊരു അമേരിക്ക പോയിരിക്കുന്ന ഒരു ഫീലാണ് ആ കാണുന്നത് ഗൈസ്. കമൺ. അപ്പോൾ നമ്മൾ ഗൈസ് വീണ്ടും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ ഉദയനാട് താരത്തിൻ്റെ ഫീലിങ്സിലോട്ട് ഉദയനാട് താരം സിനിമയുടെ ഇതിലോട്ട് പോയി. അപ്പോൾ നമുക്കൊരു ഗൈസ് നമ്മളിപ്പം ഏത് വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ സ്ട്രീറ്റ്. നമ്മൾ യൂറോപ്യൻ സ്ട്രീറ്റാന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത് എവിടെയാണ് എന്താ ഓർമ്മ വരുന്നത്? ഉദയനാട് താരം പോയി. ഏത് ബാൽക്കണി? അവിടെയോ? ആര് ശ്രീനിവാസനോ? അല്ലല്ല, ആ മൂവി അല്ലത്. ശ്രീനിവാസൻ നമുക്ക് കാണിച്ചു കൊടുത്തേക്കാം അല്ലേ.
ആണ് ശ്രീനിവാസൻ ട്രൗസർ കിട്ടണം നിന്നത് അല്ലേ. പിന്നെ മഴയത്ത് ഇറങ്ങിയിട്ട് പോകുന്ന സീനതാ ഈ ഒരു ഏരിയ അല്ലേ പോകുന്നത്. മൈ ഗോഡ്, അടിപൊളിയാണ് കേട്ടോ. യൂറോപ്യൻ സ്ട്രീറ്റ് പൊളിയാണ്. നമുക്ക് ഹൈദരാബാദിൽ വന്ന് രാമോജി റാവു വന്ന് ഫിലിം സിറ്റി വന്ന് കാണുക. എടാ അതല്ലേടാ ആ ബിൽഡിങ്. കൊള്ളാം കേട്ടോ, പുളിയാ, എല്ലാം പുളിയാ, ഒന്നിനൊന്നിനും ബെറ്ററാ. ഇത്രേ ഉള്ളു ഇവിടുത്തെ ഫിലിംസ്. ഒരിജിനൽ ബിൽഡിംഗ്. കറങ്ങി വരാന്ന് ടെലിഫോൺ ബൂത്ത്, ഡമ്മി ടെലിഫോൺ ബൂത്താണത്. ഇവിടെയും ഒരുപാട് വീട്, ഇതൊക്കെ ഒറിജിനൽ വീടാണ് കേട്ടോ. ഇത് സെറ്റല്ല, അത് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി പണിത് റെഡിയാക്കി ഇട്ടേക്കുന്ന വീടാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇത് സെറ്റാന്ന് തോന്നുന്നു, ഞങ്ങൾ സെറ്റല്ല. അതൊക്കെ കല്ല് വെച്ച് കെട്ടിയത്, അതിൻ്റെ രാമോജി റാവു ഒറിജിനലായിട്ട് സെറ്റാക്കി ഇട്ടേക്കുന്നത്. ഒരു കുട്ടിയും ചേച്ചിയും വീണ്ടുണ്ടാവും. ഇല്ല, ഒറിജിനൽ വീടാണ് ഇത്, സെറ്റല്ല കേട്ടോ. ഇത് ടാക്സി കാറ് കിടപ്പുണ്ട്. ഇവിടെയും അടിപൊളി വലിയ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ പഴയൊരു കാറ് കിടപ്പുണ്ട്. കാറ് കിടപ്പുണ്ട്. ഫൈനലി രാമോജി റാവു ഫിലിം സിറ്റി കണ്ടു. നമ്മൾ വെയിറ്റ് ടു എയർപോർട്ടിലോട്ട് പോകുന്ന വഴി ഇവിടെ ഉണ്ട്. എയർപോർട്ടും പോയി കണ്ടിട്ട് പോകാം. നമ്മൾ ഫൈനലി രാമോജി റാവു ഫിലിം സിറ്റിയിൽ കണ്ട്, നമ്മൾ സിനിമയിൽ കണ്ട ദേനാണ് താരത്തിൽ കണ്ട ആ ബിൽഡിങ്ങും കെട്ടിടങ്ങളെല്ലാം കണ്ട് നമ്മൾ ഇനി എയർപോർട്ട് റോഡിലോട്ട് കയറണം ഗൈസ്. ഞാൻ അങ്ങോട്ട് ഏതാണ് റോഡൊന്നും അറിയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി എയർപോർട്ട് റോഡിലെത്തിയിരിക്കണം. നമ്മുടെ ഏകദേശം കറക്റ്റൊക്കെ കഴിഞ്ഞു. ആ ഷൂട്ടിംഗ് ഉണ്ടോ? കയറ്റത്തില്ല, അങ്ങോട്ടൊന്നും കയറ്റത്തില്ല, അങ്ങോട്ട് അടുപ്പിക്കത്തില്ല ആൾക്കാരെ. അതിനങ്ങോട്ട് നമുക്ക് അലോഡല്ല, ആ ഭാഗത്തോട്ട് നമ്മൾ കയറ്റത്തില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ രാമോജി റാവു ഫിലിം സിറ്റിയുടെ ഒരു മുക്കാൽ ഭാഗം തന്നെ കണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിലോട്ടാണ്, വെയിറ്റ് ടു എയർപോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓൾറെഡി പൊളിയാണ് രാമോജി റാവു ഫിലിം സിറ്റി. 2000 ഏക്കറിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും സിനിമയൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ഒറിജിനലായിട്ട് അറിയത്തില്ലല്ലോ. അത് ആ ഒറിജിനൽ പെർഫെക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കാണുന്ന ഈ കാണിച്ച ബിൽഡിങ്ങുകളെല്ലാം ഒറിജിനൽ ബിൽഡിങ്ങാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അതെല്ലാം കോൺക്രീറ്റാണ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടപ്പോൾ ആ സമയത്ത് ഉദയനാട് താരം സിനിമ കണ്ട സമയത്ത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം. പിന്നെ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് പക്ക വലിയ വലിയ വീടുകളെല്ലാം വലിയ റൂം എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ സെറ്റിംഗ്. അപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്ന വീടുകളാണ് തോന്നുന്നത്. എന്തായാലും പൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ഷൂട്ടിംഗ് നടപ്പുണ്ട് ഈ ബിൽഡിങ്ങിനകത്ത് എയർപോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഷൂട്ടിംഗ് നടപ്പുണ്ട്. അവിടെ ആളുണ്ട്. എന്താ ടു എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ എന്നാ വന്നുള്ള പ്ലെയിനോ ഫ്ലൈറ്റ് ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബോർഡിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു ഫ്ലൈ ചെയ്തിട്ട് വരാം. ഡൽഹി അല്ലേ? അപ്പോൾ ഇവിടുത്തെ എയർപോർട്ടാണ് കേട്ടോ, ചെറിയ എയർപോർട്ടാണ്. നമ്മളിവിടുന്ന് എയർപോർട്ടിലാന്ന് പറഞ്ഞിട്ട് നേരെ ബസ്സിലാണ് കയറാൻ പോകുന്നത്. ബസ് എയർപോർട്ടിൽ സ്ഥിരമായിട്ട് നേരെ ബസ്സിൽ കയറാം. രാജമുത്ത് വെൽക്കം. അപ്പോൾ നമ്മുടെ ഇതാണ് എയർപോർട്ട്. ഇത് എയർ ഇന്ത്യ ഇൻഡിഗോ ജെറ്റ് സ്റ്റാർ സ്പൈസ് ജെറ്റ് ലെഫ്റ്റ്. ഇത് പഴയ എയർപോർട്ടാണ്, അന്നത്തെ കാലത്തെ എയർപോർട്ടാണ്, അന്നുണ്ടാക്കിയതാണ്. അന്നത്തെ കാലത്തെ എയർപോർട്ടാണ് നോക്കുന്നതൊക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി പോകണം. ഇത് പണ്ടത്തെ സ്റ്റൈലല്ലേ, 1990 കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു എയർപോർട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ എയർപോർട്ടും അന്നത്തെ കാലത്തെ എയർപോർട്ടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴത്തെ എയർപോർട്ട് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെ എയർപോർട്ടിൻ്റെ ഫെസിലിറ്റിയെ കുറിച്ച് അറിയാം. ഇതൊന്നും എയർപോർട്ട് നല്ലെന്ന്. അവിടെ എന്താടാ, അവിടെ എന്താ ഉള്ളത്? ഇത് ഫ്ലൈറ്റാണോ? നമ്മളൊന്ന് ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ക്യാമറ പിടിച്ച് ബ്ലോഗർമാരെ സംഭവിച്ചു പോകും കേട്ടോ. പുള്ളി കയറി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് സാർ ബോർഡിംഗ് പാസ് അവിടെ ബോർഡിംഗ് പാസ് വേണം കയറണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് പഴയ ഫ്ലൈറ്റ് അല്ലേ? എയർ ഇന്ത്യയുടെ പഴയ ഫ്ലൈറ്റാ. നമ്മൾ ഫ്ലൈറ്റിനകത്ത് 1990 കാലഘട്ടത്തിൽ ഫ്ലൈറ്റിനകത്ത് ഇപ്പോൾ ബോർഡിംഗ് പാസ് ഒന്നും ഇല്ലാതെ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. പഴയ ഒരു ഫ്ലൈറ്റാണ്. ആ സമയത്ത് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ചെയ്തിട്ട് ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി. 90 കാലഘട്ടങ്ങളിൽ, ഇപ്പോഴത്തെ ഫ്ലൈറ്റ് അല്ല ഗൈസ്, 90 കാലഘട്ടങ്ങളിലെ ഫ്ലൈറ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ പണ്ടത്തെ ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയും പോലെ അതൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് നമ്മൾ കാണുമല്ലോ. പോയി ഇറങ്ങിയിട്ട് പിന്നെ ഇതിനകത്ത് കയറിയിരിക്കുന്നത് കാണിക്കുന്നത്. അത് ഇപ്പോഴത്തെ സ്റ്റൈലല്ല, പഴയ സ്റ്റൈലാണ് ഗൈസ്. ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കും. ബസ്സിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് വലിയ രക്ഷമാണ്. അതിനകത്ത് ഫുൾ ആൾ കയറത്തില്ല, ചാടിക്കൽ പോയിട്ടുള്ളവർ കയറാൻ പറ്റുന്നുണ്ട്. Shahrukh Khan has to carry Deepika Padukone and climb 300 steps here, but Shahrukh Khan climb only 3 steps here. Right side you can see multi-purpose building చూడండి. దూకుడు సినిమాలో మహేష్ బాబు ఇలాంటి the latest Telugu movie Shyam Singh Roy దాంట్లో High Court, Singham Return Supreme Court, Jolly LLB High Court, that is known as multi-purpose. And front side you can see Jack Fountain చూడండి ముందు Jack Fountain అండి. देखिए हवा महल देखने के बाद आपको दूसरी बस मिलेगी जापानीज गार्डन से और वहां से जाना है आपको इको टूर के लिए. दैट इज द लास्ट एंड फाइनल लोकेशन. उसके बाद ఇది అండి స్టార్టింగ్ బట్ మొత్తం సైట్ సీన్ కంప్లీట్ అయిన తర్వాత బస్ ఇక్కడ డ్రాప్ చేశారండి. గేమ్స్ అని షోస్ చూడొచ్చు మీరు. అండ్ రైట్ సైడ్ అంబ్రెల్లా గార్డెన్, బ్యూటిఫుల్ బ్లాక్ విత్ అంబ్రెల్లా షేప్. లెఫ్ట్ సైడ్ యూ కెన్ సీ లైక్ గార్డెన్, స్మాల్ బాడీ అండ్ బిగ్ లెగ్. Left side you can see, yes, famous song from Dirty Picture, Mullala Mullala song has been shot here, and the famous Telugu movie Rescue Ram. On cinema చూడండి garden ni. Left side Heartbeat Garden, and right side Arizona Garden, different types of cat player. Yes, and the left side you can see this side Family Garden. So many gardens are there here. बहुत सारे gardens, చాలా gardens ఉన్నాయండి ఇక్కడ. Group songs, romantic, sad songs కోసం యూజ్ చేస్తారు. നമ്മൾ രാജസ്ഥാനിലെ ഒരു കൊട്ടാരത്തിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ചെയ്തേക്കുന്നത് രാജസ്ഥാൻ്റെ ഒരു രാജസ്ഥാനിലൊന്നും പോകണ്ട, ഇവിടെ വന്നാൽ മതി കേട്ടോ ഗൈസ്. രാജസ്ഥാൻ